ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അജ്മലന്നാസ്. സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് നബി അലൈഹി സ്വലാമിന് എന്ന് പറയുമ്പോൾ ബാക്കി പകുതിയല്ലേ ഉള്ളൂ എന്ന് ആശങ്കപ്പെടാനൊന്നുമില്ല. നബി തങ്ങളുടെ സൗന്ദര്യം അങ്ങനെ പകുതിയും കഷ്ണമാക്കുന്നൊന്നുമല്ല, അത് വേറെയാണ്. അപ്പൊ തങ്ങളുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഖദീജ ഉമ്മ പറഞ്ഞല്ലോ, കിസ്റ കൈസറിന്റെ പരവതാനിയും സുലൈമാൻ നബിയുടെ കൊട്ടാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത് നോക്കിയ ഉടനെ തങ്ങളുടെ മുഖം നോക്കിയാൽ ഈ നോക്കിയൊക്കെ നിഷ്പ്രഭമായി പോയി, ഇതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവും. ഒന്നുമല്ല എന്ന് മനസ്സിലാവും. ആയിഷുമ്മ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് കൈ മുറിച്ച് മരണപ്പെട്ടു പോയ പെണ്ണുങ്ങന്മാരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഓരോ ഹൃദയത്തിന് ഇങ്ങനെ കത്തിവെച്ച് ഓരറിയില്ലായിരുന്നു. യൂസുഫ് നബിയായിട്ട് എന്തോ ഒരു ലഫ് ഉണ്ട് എന്ന് സലീഖക്കെതിരെ വർത്താനം വന്നപ്പോഴാണ് സലീഖ അത് ചെയ്തേക്കുന്നത്. സലീഖ അത് നിങ്ങൾ കണ്ടാൽ പോലും പ്രശ്നം തന്നെയായിരിക്കും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വെച്ചിട്ട് തെളിയിക്കുകയാണ്. യൂസുഫ് നബി ഇങ്ങനെ കടന്നു പോകും. അങ്ങനെയാണ് ആ പെണ്ണുങ്ങള് മോനെ എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ മുറിക്കേണ്ടതിന്റെ വരെ വിരൽ മുറിഞ്ഞിട്ട് ബ്ലഡ് പോയിട്ട് മരിക്കുന്നത് ഓരറിയാതെ അവിടെ മരിച്ചു പോണത്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ട ആ പെണ്ണുങ്ങൾ എങ്ങാനും തങ്ങളെ കണ്ടെങ്കിൽ ഹൃദയത്തിൽ കത്തിവെച്ചാൽ പോലും ഒരിക്കൽ ബോധമൊന്നും ഉണ്ടാവില്ല. ആ സൗന്ദര്യത്തിന്റെ കടുപ്പ പറയണം. ആ തങ്ങളെ ഏറ്റവും സൗന്ദര്യത്തിൽ ജീവിച്ച ആളാണ്. തങ്ങൾ ഒരു വഴിയിലൂടെ പോയാൽ ആ വഴിയിൽ സുഗന്ധം ഉണ്ടാവും, കസ്തൂരിയേക്കാൾ ഗന്ധം. തങ്ങൾ ഒരാളെ മുസാഫത്ത് ചെയ്താൽ ആ കൈക്കുണ്ടാവും കുറെ ദിവസത്തേക്ക് കസ്തൂരിയുടെ മണം. തങ്ങൾ ഒരാളുടെ തല തടവിയാൽ, ഒരു കുട്ടിയുടെ തല തടവിയാൽ ബാക്കി കുട്ടികളിൽ നിന്ന് ആ കുട്ടി വേർതിരിയപ്പെടുന്നതാണ്. ആ കുട്ടിയുടെ തലയിൽ നിന്ന് സുഗന്ധം വരുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ തല തങ്ങൾ തൊട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത്രയും സൗന്ദര്യമുള്ള തങ്ങൾ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിലെ ഒന്ന് അത്തറാണ്, സുഗന്ധാണ്. എന്തിന്? വിയർപ്പും ശരീരവും സുഗന്ധമായ തങ്ങൾ എന്തിനാ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3-ൽ ഒന്നിനെ സുഗന്ധം തന്നെ ആക്കിയത്? തശ്രീഅൻ ലി ഉമ്മത്തിഹി, നമ്മളെ പഠിപ്പിക്കാനാണ്, നമ്മളെ ബോധ്യപ്പെടുത്താൻ. തങ്ങളുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും ചീർപ്പും കണ്ണാടിയും ഉണ്ടാവും. എന്തിന്? അതിന് മാത്രമൊക്കെ ചുരുള മുടിയുണ്ടോ തങ്ങൾക്ക്? ഇല്ലല്ലോ. അഭംഗി എന്തേലും ഉണ്ടോ? ഇല്ല. എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ഒരുങ്ങാതെ തങ്ങൾ പോകാറില്ല. ഷമായിൽ വായിച്ചു നോക്കും, ഒരുങ്ങാതെ പോകാറില്ല. അഥവാ കണ്ണാടി നോക്കേണ്ട അവസരമല്ല തങ്ങളുടെ അവസരമെങ്കിൽ നളറ ഇലൽ കൂസ്, വെള്ളം നിറച്ച പാത്രത്തിലേക്ക് നോക്കിയിട്ട് ശരിയാക്കും അത്ര. കേട്ടോ, വളരെ ഭംഗിയാണ് തങ്ങളുടെ ലൈഫിൽ. അപ്പൊ നമ്മുടെ തല മുതൽ കാല് വരെ സുന്നത്തു തജമുലിന്റെ ആൾക്കാരാണ്. മീശ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ നമ്മളെല്ലാവരും വെട്ടണം. ചില ആൾക്കാർ ജ്യൂസ് കുടിച്ചാൽ പകുതി മീശയിലുണ്ടാല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീശ ഡെക്കറേഷൻ. വളരെ ഭംഗിയാണ് നമ്മൾ.